വിദ്യാർത്ഥിനി അത്യപൂർവമായ ഒരു സംഗമമാണ് ഞാൻ എൻ്റെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ അസാധാരണമായ ഒരു കൂടിച്ചേരലാണ്. സത്യത്തിൽ ഇവിടെ എത്തിയപ്പോഴാണ് നിങ്ങളുടെ ഈ സംരംഭത്തിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പഞ്ചായത്തിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ ഒത്തുചേർന്നിരിക്കുന്നു. എന്നിട്ട് അവർ ഭാവിയെക്കുറിച്ച് യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ, നമ്മുടെ ചെറുപ്പക്കാരികളുടെയും ഒക്കെ നാളെയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. കൂട്ടത്തിൽ ഇവിടുത്തെ അത് സംബന്ധിച്ച പോരായ്മകളും മറ്റുമൊക്കെ ലീഡേഴ്സിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള ഒരു ഭാവന ഏറ്റവും സ്തുത്യർഹമാണ്, യാതൊരു സംശയമില്ല. കാരണം നിങ്ങളിവിടെ ചർച്ച ചെയ്ത് കാണും. തീർച്ചയായിട്ടും നമ്മൾ വിഭാവന ചെയ്യുന്നത് നല്ല ഒരു നാളെയാണ്. ജാതി, മത, വർഗീയ, വിഭാഗീയ ചിന്തകളൊന്നും ഇല്ലാതെ നമ്മളൊക്കെ ഒരു രാജ്യത്ത് ജീവിക്കുന്ന സഹോദരിമാരും സഹോദരന്മാരുമാണ് എന്ന് കരുതുന്ന, നന്മയെ എല്ലാവരും മുഖവിലക്കെടുക്കുന്ന, അതിന് മുൻഗണന കൊടുക്കുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക. അതിനുവേണ്ടി എല്ലാവരും ഒത്തുചേരുക. നാളെ അങ്ങനെയായിരിക്കണം. ഇന്ന് എങ്ങനെയായാലും, ഇന്നലെ എങ്ങനെയായിരുന്നുവെങ്കിലും നാളെ അങ്ങനെയായിരിക്കണം. ഇന്നലെയും ഇന്നത്തെയും പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് നാളെ ബെറ്ററായിരിക്കണം, കുറച്ചുകൂടി നന്നായിരിക്കണം എന്നുള്ള നമ്മുടെ ഭാവി തലമുറയുടെ അതിരറ്റ അഭിവാഞ്ഛയാണ് ഇവിടെ പ്രകടമാകുന്നത്. നാളെ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഊഹിക്കാൻ പോലും പറ്റുകയില്ല. ലോകം അതിവേഗം ഓടിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയ മാറ്റങ്ങൾ എവിടെ ചെന്ന് നിൽക്കും എന്ന് നമുക്കിപ്പോൾ പറയാനേ കഴിയുകയില്ല. കാരണം മനുഷ്യന്റെ ബുദ്ധി, ദൈവം കൊടുത്തിരിക്കുന്ന ബുദ്ധി അപാരമാണ്. ആ ബുദ്ധിയുടെ അതിർവരമ്പുകൾ എത്ര ഉണ്ടാവും എന്നുള്ളത് എത്തിപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. 50 100 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നാം കാണുന്ന ലോകം അന്ന് ജീവിച്ചിരുന്ന ഒരാൾക്ക് വിഭാവന ചെയ്യാനേ പറ്റുകയില്ല. അത്രയും കാലം മുമ്പ് അന്തരിച്ചു പോയ ഒരാൾ ഇപ്പോ സാങ്കല്പികമായി പറഞ്ഞാൽ എണീറ്റ് വന്നൊന്ന് നോക്കിയാൽ അതിവേഗം ഇവിടെ നിൽക്കാതെ അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോകും, അല്ലെങ്കിൽ ബോധം കെട്ട് വീഴും. യാതൊരു സംശയവുമില്ല. കാരണം ഇത്തരം ഒരു മാറ്റം അവർക്ക് ഉൾക്കൊള്ളാനേ കഴിയുകയില്ല. അത്രമാത്രം ലോകത്ത് അത്ഭുതങ്ങൾ സംഭവിച്ചു. നാളെയെ കുറിച്ചും ഇത് വസ്തുതയാണ്. നാളെ എത്രമാത്രം എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവും, എന്തൊക്കെ ഇവിടെ ഉണ്ടാവും എന്ന് നമുക്കിപ്പോൾ ചിന്തിക്കാൻ കഴിയില്ല. അപ്പോഴേക്ക് അതിനൊത്ത് സജ്ജരാവേണ്ട ഒരു തലമുറയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അപ്പോഴേക്ക് ഈ മത്സര ഓട്ടത്തിൽ പ്രാപ്തരായി അതിൻ്റെ ഒപ്പം ഓടാൻ കഴിവുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കലാണ് വിദ്യാഭ്യാസ പ്രവർത്തനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ അതിസമർത്ഥന്മാരുണ്ടാവും, സമർത്ഥകളുണ്ടാവും. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ആർക്കും അത് കാണാൻ കഴിയില്ല. രാജ്യം ഭരിക്കേണ്ടവരുണ്ടാവും, അതുപോലെ അതിലും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവരുണ്ടാവും. അതൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ഈ തലമുറ തീർച്ചയായും ഈ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അവസരം കൊടുക്കേണ്ട ഒന്നാണ്. നമ്മുടെ പഞ്ചായത്തിൽ വേണ്ട ആവശ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. തീർച്ചയായും നിങ്ങളുടെ കൂടെയുള്ള, നിങ്ങളോടൊരുമിച്ച് ഉള്ള ഒരാൾ എന്നുള്ള നിലക്ക് ഇങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന് കൂട്ടായി ഒരാവശ്യം പറഞ്ഞാൽ തീർച്ചയായും ഞാൻ അതിനു വേണ്ടി എന്തും ചെയ്യും എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ പഠന കാര്യങ്ങൾ ഇവിടെയുള്ള പോരായ്മകൾ നികത്താൻ കിട്ടുന്ന സന്ദർഭം ഉപയോഗിച്ച് നടപടികൾ ഉണ്ടാവും എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒത്തുചേരലിൽ, നിങ്ങളുടെ കൂടിച്ചേരലിൽ നല്ല ഒരു സംരംഭമാണ്. എല്ലാവിധ
ആശംസകളും ഭാവുകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഇസ്മായിൽ KK നെല്ലിപ്പറമ്പ് എന്നീ വിദ്യാർത്ഥികൾ ഇവിടെ എത്തേണ്ടതുണ്ട്. മുസ്ലിം വിദ്യാർത്ഥി